നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1176 എന്ന മാന്ത്രിക സംഖ്യയുടെ ശക്തി എല്ലാവർക്കും അറിയുന്നതാണ്. ഈ സംഖ്യ ഉപയോഗിച്ച് ജീവിതത്തിൽ ആഗ്രഹങ്ങൾ സാധിച്ച ഒട്ടനവധി ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. 1176ന്റെ ഉപയോഗങ്ങളെ പറ്റിയും അതിന്റെ ഗുണഫലങ്ങളെ പറ്റിയും ഒത്തിരി പേർ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി ചെയ്തിട്ട് ഫലം ലഭിച്ച ഒട്ടനേകം വ്യക്തികൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇന്നിവിടെ ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 1176 ഉപയോഗിക്കേണ്ട മറ്റൊരു രീതിയെ പറ്റിയുള്ളതാണ് ഈ വീഡിയോ. ഇത് വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയാണ്. കൂടുതലായി അറിയാൻ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. 1176 എന്ന നമ്പർ ഒരു സാധാരണ നമ്പർ അല്ല. ഇത് വളരെ ശക്തിശാലിയും പെട്ടെന്ന് ഫലം തരുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ്. ഇത് ഉപയോഗിക്കുന്നവർക്കെല്ലാം ഇതിൽ നിന്നും വളരെ നല്ല ഫലങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ നമ്പർ എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ട് ഫലം ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയാൻ പോകുന്ന വളരെ ലളിതമായ ഈ രീതി ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന്റെ ഫലം ലഭിക്കും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ അത്ഭുത ശക്തിയുള്ള ഒരു ഏഞ്ചൽ നമ്പറാണ്. അതുപോലെ പെട്ടെന്ന് ഫലം തരുന്ന ഒരു നമ്പർ കൂടിയാണിത്. അതിനാൽ ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും വിഷമഘട്ടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഏതാഗ്രഹമാണോ ഉള്ളത് അത് സഫലമാക്കാൻ വേണ്ടി നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യണം. ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നോർത്ത് നിരാശപ്പെട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും 1176 എന്ന നമ്പർ നിങ്ങളുടെ നിരാശയ്ക്ക് ഉത്തമമായൊരു പരിഹാരമാണ്. ഈ ഒരു നമ്പർ നിങ്ങൾ ഉപയോഗിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കാരണം ഇതിന്റെ ഫലം ഉറപ്പാണ്. പക്ഷെ എപ്പോഴും പറയാറുള്ളത് പോലെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്താലേ ഏതൊരു മന്ത്രമായാലും അതിന് ഫലം കിട്ടുകയുള്ളൂ. ഈ ഉപായം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇത് ചെയ്യാനായി ഒരു വെള്ള പേപ്പറും ഒരു പേനയും മാത്രം മതിയാകും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പേപ്പർ വരയുള്ളതാകാൻ പാടില്ല. വരയിടാത്ത വെള്ള പേപ്പർ ആയിരിക്കണം. പേന നിങ്ങൾക്ക് കറുത്ത നിറത്തിലുള്ളത് ഒഴിച്ച് ഏത് കളറിലുള്ളതുമാകാം. നീല, പച്ച, ചുവപ്പ് അങ്ങനെ ഏത് കളറുമാകാം. കറുത്ത നിറമൊഴിച്ചുള്ള ഏതെങ്കിലും ഒരു പേനയോ സ്കെച്ചോ മാർക്കറോ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഏത് സമയത്തും ചെയ്യാം കേട്ടോ. രാവിലെയോ രാത്രിയിലോ പകലോ ഉച്ചക്കോ സന്ധ്യക്കോ അങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ വ്രതശുദ്ധി നോക്കണോ എന്ന് ചോദിച്ചാൽ ഇത് ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വിശ്വാസം മാത്രം മതി ഇതിന്. ഇനി ഇതിന്റെ ഫലപ്രാപ്തിക്ക് ആവശ്യമായിട്ടുള്ളത്, അങ്ങനെ നിങ്ങൾ പേനയും പേപ്പറും എടുത്തതിനു ശേഷം ഈ പേപ്പറിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് എഴുതുക. പിന്നെ ആഗ്രഹം നടന്നതായിട്ട് വേണം എഴുതാൻ. നിങ്ങൾക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ എനിക്ക് ഒരു ജോലി ലഭിച്ചു എന്നെഴുതണം. നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വേണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് ലഭിച്ചു എന്നാണ് എഴുതേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് 10,000 രൂപ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എനിക്ക് 10,000 രൂപ ലഭിച്ചു എന്നാണ്. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏതൊരാഗ്രഹവും അത് നടന്നതായിട്ട് സങ്കല്പിച്ച് ഈ പേപ്പറിന്റെ ഏറ്റവും മുകളിൽ ഭാഗത്തായി എഴുതണം.
നിങ്ങൾ ഒരു തവണ എഴുതിയാൽ മതിയാകും. അതിനുശേഷം അതിന്റെ തൊട്ടു താഴെയായി താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് 3 തവണ താഴെയായിട്ട് എഴുതണം. എന്നിട്ട് അതിന് തൊട്ടു താഴെയായി 1176 എന്ന ഏഞ്ചൽ നമ്പർ ഒരു തവണ എഴുതണം. ഇവിടെ ഈ സ്ക്രീനിൽ ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. അതുപോലെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രപഞ്ചശക്തിയെ ഓർക്കണം. അതിനുശേഷം 1-2 നിമിഷം നിങ്ങൾ എഴുതിയ ആഗ്രഹത്തെ പറ്റി ഓർക്കണം. അത് നടന്നു കഴിഞ്ഞതായിട്ട് വേണം കേട്ടോ നിങ്ങൾ ഓർക്കാൻ. എന്നിട്ട് ഈ പേപ്പർ മടക്കി നിങ്ങൾ കിടക്കുന്ന തലയണയുടെ അടിയിലായിട്ട് സൂക്ഷിച്ചു വെക്കണം. ഇനി നിങ്ങൾക്ക് അവിടെ സൂക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അലമാരയിലോ ഏതെങ്കിലും പെട്ടിയിലോ സൂക്ഷിക്കാം. പേപ്പർ വേറെ ആരും എടുക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ ആരുടെയും കണ്ണിൽ പെടാത്ത സ്ഥലത്ത് വേണം വെക്കാൻ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വേണം ഭദ്രമായി വെക്കാൻ. എന്നിട്ട് എല്ലാ ദിവസവും 1-2 തവണ ഈ പേപ്പർ നിങ്ങളുടെ കയ്യിലെടുത്ത് ഇതിൽ എഴുതിയിരിക്കുന്ന ആഗ്രഹം വായിക്കണം. എന്നിട്ട് പഴയ പോലെ മടക്കി അവിടെ തന്നെ സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഫലമായിരിക്കും ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. കാരണം ഈ നമ്പർ അത്രക്ക് പവർഫുൾ ആർന്ന ഒരു നമ്പറാണ്. ഇത് വിശ്വാസത്തോടു കൂടി ചെയ്തിട്ടുള്ള ആർക്കും ഇതുവരെ ഫലം ലഭിക്കാതിരുന്നിട്ടില്ല. നിങ്ങൾക്കും ഇതിന്റെ ഫലം ലഭിക്കും. നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നത് വരെ ഈ പേപ്പർ സൂക്ഷിച്ചു വെക്കണം. ആഗ്രഹം സാധിച്ചതിനു ശേഷം ഈ പേപ്പർ നമ്മൾ ചവിട്ടാത്ത ഇടത്ത്, അതായത് കാൽ പതിക്കാത്ത സ്ഥലത്ത് കളയുകയോ ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കി കളയുകയോ ചെയ്യാം. വിശ്വാസത്തോടുകൂടി ചെയ്തോളൂ. ഉറപ്പായിട്ടും ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള ഫലപ്രദമായ വീഡിയോകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.